എല്ലാ പ്രേക്ഷകർക്കും ബി4 ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്ന ഒരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആണോ എന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫയലായിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവരുടെ മനസ്സിനുള്ളത് മുഴുവൻ നിങ്ങൾ എന്നറിയും. ഇനി നിങ്ങളിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് എന്നാണ് അറിയാൻ കഴിയുക? ഇനിയൊന്നും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല. നമുക്ക് ഓരോ കാർഡുകളിലേക്കായിട്ട് പോകാം. അവരുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, നിങ്ങളെ അവർ വല്ല അഗാധമായി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഓരോ ചലനങ്ങളും ഓരോ ഇഷ്ടങ്ങളും അവരറിയുന്നുണ്ട്. മാനസികമായിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ കടന്നു പോകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് അവരറിയുന്നുണ്ട്. അവരത് തന്നെയാണ് നോക്കി നടക്കുന്നത്. ആ വ്യക്തിയല്ല നോക്കുന്നത്. ആ വ്യക്തിക്ക് ചുറ്റുമുള്ളതല്ല നോക്കുന്നത്. ആ വ്യക്തിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വേണ്ടപ്പെട്ടവരെയല്ല ആ വ്യക്തി നോക്കുന്നത്. നിങ്ങളിലേക്ക് ആ വ്യക്തി ഫോക്കസ് ചെയ്ത് വരികയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്വപ്നങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാം, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെ നടത്തിയെടുക്കാം, അതൊക്കെ തന്നെയാണ് ആ വ്യക്തി ആലോചിക്കുന്നത്. ആ വ്യക്തിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കാൻ ഇപ്പോൾ സമയമില്ല. ആ വ്യക്തിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളെ കിട്ടിയേ തീരൂ. എന്നും നിങ്ങൾ കൂടെ ഉണ്ടായേ തീരൂ. എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അറിഞ്ഞേ തീരൂ. ഇനി ഒന്നും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനോ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കാനോ ആ വ്യക്തിക്ക് കഴിയില്ല. ഇനി നിങ്ങളോട് ആ വ്യക്തിക്ക് മനസ്സിൽ തോന്നിയ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി കൃത്യമായി നിങ്ങളോട് പറയും. കാരണം ആ വ്യക്തിക്ക് അതൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഇത്രയും കാലം ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നിയിരുന്ന പല കാര്യങ്ങളും നിങ്ങളോട് പറയാതിരുന്നു, പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാതിരുന്നു. എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. പക്ഷേ ഇനി ആ വ്യക്തിക്ക് കഴിയില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയേണ്ടി വരികയാണ്. ആ വ്യക്തി പ്രവർത്തിക്കുകയാണ്. നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ആ വ്യക്തിക്ക് പറയേണ്ടി വരും. അത് ആ വ്യക്തിക്ക് മടിയുണ്ടായിരുന്നു പലപ്പോഴും. നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള ആകർഷണം, നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത്, നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള സംശയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. എങ്ങനെ പറയുമെന്നായിരുന്നു ആ വ്യക്തി ചിന്തിച്ചിരുന്നത്. സമയമാവട്ടെ, പിന്നെ ആവട്ടെ എന്നങ്ങനെ പോയി. പക്ഷേ ഉടനെ തന്നെ പറയും. രണ്ടാമത്തെ കാർഡ് പറയുന്ന അതാണ്. ആ വ്യക്തിക്ക് അത് റിവീൽ ചെയ്യേണ്ടി വരും. നിങ്ങളോട് പുറത്ത് പറയേണ്ടി വരും. പിന്നെ ആ വ്യക്തി എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് തന്നെ വരും. ഇനി മാറ്റി മറിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. നിങ്ങളിൽ നിന്ന് ഇനി മറക്കുക എന്ന് പറയുന്നത്, മറച്ചു വെക്കുക എന്ന് പറയുന്നത് അസാധ്യവുമാണ്. അതിനി സംഭവിക്കില്ല, നടക്കില്ല. അത് നിങ്ങൾ 100% ഉറപ്പിച്ചോ. അതിന് മറച്ചു വെക്കാനായിട്ട് ആ വ്യക്തി അശക്തനാണ്, കഴിയില്ല, പറഞ്ഞേ തീരുള്ളൂ. അത് നിങ്ങളോട് പറയുമ്പോൾ പോസിറ്റീവായിട്ട് നിങ്ങളത് എടുക്കും. കാരണം നിങ്ങളും അത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളും ആ വാക്ക് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുക. നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടായി. ഇത് ഇത്രയും ഞാൻ വിചാരിച്ച കാര്യം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നോ എന്നുള്ളത് നോക്കും. അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നൊരവസ്ഥ ഉണ്ടാവും. ഒരുപാട് പ്രതിബന്ധങ്ങളെ ആ വ്യക്തി തരണം ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്കറിയാം ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടം പുറത്തേക്ക് വിടുമ്പോൾ, അത് പുറത്തറിയിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ആ വ്യക്തിക്കറിയാം. ആ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ആ വ്യക്തിക്കുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ കുഴപ്പങ്ങളെയും കൃത്യമായി അതിജീവിച്ച് ആ വ്യക്തി മുന്നോട്ട് പോകും. ആ വ്യക്തി അതിനെ കണക്കാക്കിയാണ് ഇരിക്കുന്നത്. ആ വ്യക്തിക്ക് അറിയാം എൻ്റെ നേർക്ക് വരുന്നത് പുഷ്പങ്ങളോ നല്ല വാക്കുകളോ ഒന്നും ആയിരിക്കില്ല. കാരണം എൻ്റെ മനസ്സിലുള്ളത്, ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് പറഞ്ഞാൽ, നിങ്ങളോടുള്ള ഇഷ്ടം പറഞ്ഞാൽ ശത്രുക്കൾ നോക്കി നിൽക്കുന്നുണ്ടാവും. ആ വ്യക്തിയെ ആഗ്രഹിച്ചവരുണ്ടാകാം. ആ വ്യക്തി ഒറ്റയ്ക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചവരുണ്ടാവാം. നിങ്ങളെ ഒറ്റയ്ക്ക് ലഭിക്കാൻ ആഗ്രഹിച്ച
ആളുകളുണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് നന്മയുണ്ടാകുന്നതിനെ എതിർക്കുന്ന ആളുകളുണ്ടാവാം. ശത്രുക്കൾക്ക് ഒരു പഞ്ഞം ഉണ്ടാവില്ല. കരിയറിൽ, ജീവിതത്തിൽ, പ്രണയ ജീവിതത്തിൽ വെറുതെ വഴിയേ പോകുന്നവർ പോലും ചിലപ്പോൾ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചേക്കാം. അസൂയ കൊണ്ട് വന്നേക്കാം. അതൊക്കെ അതിജീവിക്കുന്നതിനുള്ള ശക്തി ആ വ്യക്തി ആർജിക്കുകയാണ്. ആ വ്യക്തിയും നിങ്ങളും അതിലെല്ലാം വിജയിക്കും. ഒരാൾക്കും നിങ്ങളെ അങ്ങനെ തട്ടി എറിഞ്ഞു കളയാൻ കഴിയില്ല. ഒരാൾക്കും നിങ്ങളെ ഒന്നും ലഭിക്കാതെ മാറ്റി നിർത്താനും അവഗണിക്കാനും കഴിയില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അത് ഏത് പ്രതികൂലതയും തരണം ചെയ്യും. പിന്നെ നിർഭാഗ്യകരമായ സിറ്റുവേഷൻസൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. അതൊക്കെ മാറുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത് നിങ്ങൾക്ക് പൂർണ്ണമായും മാറിക്കിട്ടി നിങ്ങൾ കൃത്യമായൊരു നിലയിലേക്കെത്തും. എല്ലാ പ്രതിസന്ധികളെയും ഓരോന്നായി തരണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങളുടെ ആ ശക്തി, നിങ്ങളുടെ എല്ലാത്തിനെയും തരണം ചെയ്യാൻ പോകുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾക്ക് സഹായം നൽകാനായിട്ട് ആ വ്യക്തി നിങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടി വരും. അത് സ്വീകരിച്ച് നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. കാരണം ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടായപ്പോഴും ഇതിനു മുമ്പൊന്നും ആരും നിങ്ങളെ സഹായിക്കാൻ വന്നിട്ടില്ല, നിങ്ങളെ മനസ്സിലാക്കാൻ വന്നിട്ടില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വസ്തുതകൾ ആ വ്യക്തി അറിയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നും സഹായത്തിനായിട്ട് ആ വ്യക്തി ഉണ്ടാവും. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ആരും എന്നെ സഹായിക്കാനുണ്ടായില്ലല്ലോ, ആരും എന്നെ ഒന്ന് പിന്താങ്ങാനുണ്ടായിരുന്നില്ലല്ലോ. ഒരുപാട് രാത്രികളിൽ നിങ്ങൾ ഈ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് പോലും ഒന്നും നടക്കുന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. ഇനി ആ ദുഃഖങ്ങളൊക്കെ പഴങ്കഥകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ സംഭവിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈശ്വരൻ നിങ്ങളുടെ പോസിറ്റീവ് എനർജി കയ്യിൽ കൊണ്ടുവന്ന് തരുന്നു. ആ വ്യക്തിയെ നിങ്ങൾക്ക് അതുപോലെ കിട്ടിയതാണ്. ആ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിന് ഇനി പരിധിയില്ല. ആ വ്യക്തിക്കുള്ളതൊക്കെ നിങ്ങൾക്കുള്ളതൊക്കെ ആ വ്യക്തിക്കും. ഒരു പരിധിയില്ലാതെ നിങ്ങൾ സ്നേഹിക്കുന്നത്. എൻഡിങ് അവിടെയാണ് വരുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ ആ വ്യക്തിയിൽ നിങ്ങൾക്കുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആ വ്യക്തി നൽകുന്നു. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്നു. ആ വ്യക്തി അത് സ്വപ്നം കണ്ടിരുന്നതാണ്. അങ്ങനെ നിങ്ങൾ പ്രണയത്തിനും സ്നേഹം, പരിഗണന, ആകർഷണം അതിൻ്റെയൊക്കെ പര്യായങ്ങളായിട്ട് മാറും. ആത്മസംതൃപ്തിയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോഴുള്ള തടസ്സങ്ങൾ ഉടൻ മാറും. നിങ്ങൾ മുന്നോട്ട് പോകും. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. ആ വ്യക്തിയുടെ മനസ്സിൽ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾ അത്ഭുതപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.